പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 25-ാം ദിവസം. ഓ എൻ്റെ ഈശോയുടെ ദിവ്യ ഹൃദയമേ, ഇന്ന് ഞാൻ അങ്ങയോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് എല്ലാ കൂദാശകളുടെയും, പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ ഈ കൂദാശയുടെയും ഉറവിടമാണ് എന്നെനിക്കറിയാം. നമ്മുടെ ദേവാലയങ്ങളിൽ ഈ കൂദാശയിലൂടെ അവിടുന്ന് നിത്യപിതാവിന് നൽകുന്ന മഹത്വം എനിക്ക് അങ്ങേക്ക് നൽകുവാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു. ഈ അൾത്താരയിൽ അവിടുത്തേക്ക് എന്നോടുള്ള സ്നേഹം കാൽവരിയിലെ കുരിശിൽ അത്യധികമായ മനോവേദനയോടെ അവിടുത്തെ ദൈവിക ജീവൻ സമർപ്പിച്ചതിന് തുല്യമാണെന്ന് എനിക്കറിയാം. ഓ ദിവ്യഹൃദയമേ, അങ്ങയെ അറിയാത്തവർക്കായി അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുക. ശുദ്ധീകരണ സ്ഥലത്തിലായിരുന്നിട്ടും അങ്ങയെ നിത്യകാലത്തിലേക്ക് മണവാളനായി സ്വീകരിച്ചിരിക്കുന്ന ആത്മാക്കളെ അവിടെ നിന്ന് മോചിപ്പിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യണമേ. ഇപ്പോൾ അങ്ങയെ ആരാധിക്കുന്ന സ്വർഗവാസികളോടും ഭൂവാസികളോടുമൊപ്പം ഞാൻ അങ്ങയെ ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഓ പരിശുദ്ധ ഹൃദയമേ, എല്ലാ ലൗകിക ബന്ധനങ്ങളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ മോചിപ്പിക്കുകയും അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്താൽ അതിനെ നിറയ്ക്കുകയും ചെയ്യണമേ. ഏറ്റവും കാരുണ്യം നിറഞ്ഞ ഹൃദയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സ്വന്തമാക്കുക. അങ്ങനെ ഇന്നു മുതൽ അത് അങ്ങേക്ക് വേണ്ടിയുള്ളതാകട്ടെ. ദൈവസ്നേഹത്തിൽ നിന്ന്, അതായത് ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും എന്ന് പറയുവാനുള്ള ശക്തി ഭാവിയിൽ അതിനുണ്ടാകട്ടെ. ഓ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി വളരെ വർഷങ്ങൾ അങ്ങ് അനുഭവിച്ച എല്ലാ കൈപ്പേറിയ സഹനങ്ങളും എൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യണമേ. അങ്ങനെ ഇപ്പോൾ മുതൽ അവ കാണുമ്പോൾ ജീവിതം എനിക്ക് നൽകുന്ന എല്ലാ വേദനകളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയോ ചുരുങ്ങിയ പക്ഷം അങ്ങയെ പ്രതിയുള്ള സ്നേഹത്താൽ ക്ഷമയോടെ അത് സഹിക്കുവാൻ എനിക്ക് സാധിക്കുകയോ ചെയ്യട്ടെ. ഏറ്റവും എളിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ എളിമയുടെ ഒരു അംശമെങ്കിലും എനിക്ക് തരിക. ഏറ്റവും ശാന്തതയുള്ള ഹൃദയമേ, ഈ ശാന്തത എന്നോട് പങ്കുവയ്ക്കുക. അങ്ങേക്ക് ഇഷ്ടമല്ലാത്ത എല്ലാറ്റിൽ നിന്നും എൻ്റെ ഹൃദയത്തെ മോചിപ്പിക്കുക. അതിനെ എപ്പോഴും അങ്ങയോട് ചായ്വുള്ളതാക്കുക. അങ്ങനെ അങ്ങ് ഇച്ഛിക്കാത്തതൊന്നും അത് ലക്ഷ്യം വയ്ക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ചുരുക്കത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയെ അനുസരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും പ്രസാദിപ്പിച്ചുകൊണ്ടും ചെലവഴിക്കുവാൻ അനുവദിക്കുക. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ചെയ്താൽ പോലും അത് നിസ്സാരമാകത്തക്ക വിധം അത്രയധികമായി ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. സുകൃത ജപം. ഓ ഈശോയുടെ ഹൃദയമേ, അങ്ങാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഏകനാഥൻ. ഓ ഈശോയുടെ ഹൃദയമേ, അങ്ങാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഏകനാഥൻ. ഓ ഈശോയുടെ ഹൃദയമേ, അങ്ങാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഏകനാഥൻ. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ,
അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപിയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള സ്വർഗത്തിൻ്റെ പേടകമാണ് മറിയം. വളരെ നാളുകൾക്ക് മുമ്പ് ഭൂമിയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നോഹിനെയും കുടുംബത്തെയും രക്ഷിച്ച പെട്ടകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറിയത്തെക്കുറിച്ചാണ്. നോഹിൻ്റെ പെട്ടകത്തേക്കാൾ വിസ്താരമേറിയതും കൂടുതൽ സുരക്ഷിതത്വമുള്ളതും നമ്മെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നതുമായ ഒരു പെട്ടകമാണ് മേരിയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുക എന്നാണ് ഹെസക്യൂസ് പറയുന്നത്. നോഹയുടെ പെട്ടകത്തിൽ വളരെ കുറച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമേ പ്രവേശിക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ നമ്മുടെ സംരക്ഷക തൻ്റെ പക്കലേക്ക് വരുന്ന എല്ലാവരെയും തൻ്റെ മേലങ്കിയുടെ കീഴിൽ സ്വീകരിക്കുകയും ഉറപ്പായും അവരെ രക്ഷിക്കുകയും ചെയ്യുന്നു. മറിയത്തെ കൂടാതെ നാം തീർത്തും ദരിദ്രരായിരിക്കും. എന്നിട്ടും എൻ്റെ രാജ്ഞി എത്ര പേരാണ് നശിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവർ അങ്ങയോട് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങയോട് പ്രാർത്ഥിച്ച ആരെങ്കിലും നശിച്ചു പോയിട്ടുണ്ടോ? സുഹൃത ജപം. ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളെല്ലാവരും നിരന്തരം അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമേ. ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളെല്ലാവരും നിരന്തരം അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമേ. ഏറ്റവും പരിശുദ്ധ ഹൃദയമേ, ഞങ്ങളെല്ലാവരും നിരന്തരം അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമേ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യസ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.